നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത എല്ലാ കാലങ്ങളിലും ഭാരതത്തിനകത്തും പുറത്തും ഉള്ളവരുടെ ജീവിതത്തെ സ്വാധീനിച്ച അമൂല്യമായ ഗ്രന്ഥമാണ്. ആത്മീയതയിൽ ഭാരതത്തിന് ലോകത്തിൽ തന്നെ പരമോന്നത സ്ഥാനമുണ്ടായിരുന്നു എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും അതിൻ്റെ എല്ലാം സത്തായ ഭഗവത്ഗീതയും പഠിക്കുന്നവർക്കറിയാൻ കഴിയും. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത തത്വങ്ങളാണ് ഭഗവത്ഗീതയിൽ എന്ന് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ അതിൽ എത്രയോ മഹത്തായതാണ് ഗീതയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യം. നമ്മൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായുള്ള താരതമ്യ ചിന്തനവും അതിൽ നിന്ന് ലഭിക്കുന്ന അറിവും. ശ്രീ പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ ഏൻഷ്യന്റ് സേക്രഡ് റൈറ്റിംഗ്സ് prophets would pick up instances of the everyday life and events of their times and from them draw similes to express subtle spiritual truths. Divine profundities would not otherwise be conceivable by the ordinary man unless defined in common terms. അതായത് ആത്മീയ ഗുരുക്കന്മാർ സത്യം ആകുന്ന നിഗൂഢതയെ പ്രകാശിപ്പിക്കാൻ അവർക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എടുത്ത് അവയെ ആസ്പദമാക്കി ഗ്രന്ഥങ്ങൾ രചിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആഴത്തിലുള്ളതും ദൈവികവുമായ സത്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ശ്രീ പരമഹംസ യോഗാനന്ദൻ്റെ ഗുരുപരമ്പര എന്ന് പറഞ്ഞാൽ മഹാവതാർ ബാബാജി മുതൽക്ക് തുടങ്ങുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ലാഹിരി മഹാശയ, ശ്രീ ലാഹിരി മഹാശയുടെ ശിഷ്യനായ ശ്രീ യുക്തേശ്വർ ഗിരി, അദ്ദേഹം ബംഗാളിയായിരുന്നു. ആ യുക്തേശ്വർ ഗിരിയുടെ ശിഷ്യനായിരുന്നു പരമഹംസ യോഗാനന്ദ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 32 വർഷം ചെലവഴിച്ചത് അമേരിക്കയിലാണ്. ദ ഫാദർ ഓഫ് യോഗ ഇൻ ദ വെസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പേരിൽ ഇറങ്ങിയ പുസ്തകം 4 മില്യൺ കോപ്പീസാണ് വിറ്റഴിച്ചത്. വൺ ഓഫ് ദ 100 ബെസ്റ്റ് സ്പിരിച്വൽ ബുക്സ് ഓഫ് ദ സെഞ്ച്വറി. മുൻ ആപ്പിൾ CEO സ്റ്റീവ് ജോബ്സ് ഈ പുസ്തകത്തിൻ്റെ 500 കോപ്പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്രേ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഗസ്റ്സിനുമെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി. അതുകൂടാതെ അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം ഗോഡ് ടോക്സ് വിത്ത് അർജുന എന്ന പേരിലുള്ള ശ്രീ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ്. 2 വോള്യൂംസിൽ പബ്ലിഷ് ചെയ്ത പുസ്തകമാണത്. കൂടാതെ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിലുള്ള 2 വോള്യൂംസിലുള്ള പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാന പുസ്തകമായ ഗോഡ് ടോക്സ് വിത്ത് അർജുനയിൽ അദ്ദേഹം പറയുന്നു, In a language of simile, metaphor and allegory, the Bhagavad Gita was very clearly written by sage Vyasa by interweaving historical facts with psychological and spiritual truths, presenting a word painting of the tumultuous inner battles that must be waged by both the material and the spiritual man. ഭൗതികതയിലൂടെയും ആത്മീയ പാതയിലൂടെയും പോകുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഇന്നർ ബാറ്റിൽസ്, ആന്തരികമായ സംഘടനകൾ, ഇതാണത്രേ വേദവ്യാസൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പകർന്നു തരാൻ ഉദ്ദേശിച്ചത്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വേദവ്യാസന് 3 മക്കളുണ്ടായിരുന്നു. അംബികയിൽ നിന്നും പാണ്ഡുവും, അംബാലികയിൽ നിന്നും ധൃതരാഷ്ട്രവും, അംബികയുടെയും അംബാലികയുടെയും ദാസിയായിരുന്ന പരിശ്രമിയിലൂടെ വിതുരനും. വിതുരൻ ഹസ്തിനാപുരത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു. പാണ്ഡുവിന് കുന്തിയിൽ നിന്നും യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ ഈ 3 മക്കളും, മാദ്രിയിൽ നിന്ന് നകുലനും സഹദേവനും ഉണ്ടായി. ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയിൽ നിന്നും ദുര്യോധനനും മറ്റ് 99 പുത്രന്മാരും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. അദ്ദേഹത്തിന് അന്ധനായത് കാരണം കിരീടം ലഭിക്കാതെ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ദുര്യോധനൻ്റെ അമ്മാവനായ, അതായത് ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി പിരികേറ്റി യുദ്ധത്തിന് ഒരു കളമൊരുക്കുകയായിരുന്നു. ഇതിൽ കുന്തിയുടെ സഹോദരനായ വസുദേവരുടെ പുത്രൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അർജുനൻ്റെ ഫസ്റ്റ് കസിനാണ് ശ്രീകൃഷ്ണൻ. ഇതാണ് ഭഗവത്ഗീതയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ 700 ശ്ലോകങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ധൃതരാഷ്ട്രോവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ്. 700 ശ്ലോകമുള്ളതിൽ ഒരു ശ്ലോകം മാത്രമാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശ്ലോകത്തിന് വലിയ പ്രസക്തിയുണ്ട്. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് ചേർന്നവരും യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു? ധൃതരാഷ്ട്രാന്ധനായിരുന്നു, അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലല്ലോ.
അദ്ദേഹത്തിൻ്റെ അഡ്വൈസറും സാരഥിയുമായ സഞ്ജയന് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു. മറ്റൊരിടത്ത് നടക്കുന്ന കാര്യം അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. വേദവ്യാസൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ബ്ലെസ്സിംഗ് ആണിത്. ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ്സ് ഇങ്ങനെയാണ്. ധൃതരാഷ്ട്രവാച, ധൃതരാഷ്ട്ര ചോദിച്ചു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ഓൺ ദ ഫീൽഡ് ഓഫ് ധർമ്മ ഇൻ കുരുക്ഷേത്ര, സമവേദ യുയുത്സവ, ഗാദേർഡ് ടുഗെദർ വിഷിംഗ് ടു ഫൈറ്റ്, യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ, മാമക പാണ്ഡവാസ് ചൈവ, എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ പുത്രന്മാരും, കിമകുർവത സഞ്ജയ, എന്താണ് അവർ ചെയ്തത്? കുരുക്ഷേത്ര എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഹരിയാനയിൽ ഉള്ള ഒരു സ്ഥലമാണ്. കുരുവംശ രാജാവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു സ്ഥലം. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? ധൃതരാഷ്ട്ര സെഡ്, ടെൽ മീ ഓ സഞ്ജയ, assembled in Kurukshetra on the holy field of Dharma, desirous to fight, what did my people and the sons of Pandu do? ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പഴയ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ഏത് പരിശോധിച്ചാലും മനസ്സിലാകും. അതിലാദ്യത്തെ അധ്യായം ഈ പുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. അതിൽ ആദ്യത്തെ ശ്ലോകമായ ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നടക്കുന്ന സംഗതിയാണ് എന്ന് ശ്രീ പരമഹംസ യോഗാനന്ദൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ യുക്തേശ്വർജി അദ്ദേഹത്തിനോട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ്. എന്താണ് വേദവ്യാസൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ഇത് മനസ്സിലാക്കിയ ശേഷം എഴുതാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, എന്നിട്ട് സ്വയം എഴുതാൻ പറഞ്ഞു ബാക്കിയുള്ളത്. ശ്രീ യോഗാനന്ദൻ പറയുന്നു, മെനി ട്രൂത്ത്സ് ബറീഡ് ഇൻ ദ ഗീത ഫോർ ജനറേഷൻസ് ആർ ബീയിങ് എക്സ്പ്രസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഫോർ ദ ഫസ്റ്റ് ടൈം ത്രൂ മീ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സത്യങ്ങൾ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. And again I acknowledge that I owe much to my Param Gurus, Mahavatar Babaji and Lahiri Mahasaya, and to my Gurudeva for their revelations. നന്ദി പ്രകാശിപ്പിക്കുകയാണ്. This work is not mine, it belongs to them and to God, Krishna, Arjuna and Vyasa. എന്താണ് ഇദ്ദേഹം കണ്ടെത്തിയ സത്യം? നമുക്ക് നോക്കാം. ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞത് ദ ബ്ലൈൻഡ് മൈൻഡ്, അന്ധമായ മനസ്സ്. ശരിക്കു പറഞ്ഞാൽ മനസ്സിന് സത്യത്തെ അറിയാൻ കഴിയുകയില്ല. പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും ഇല്ലാതെ മനസ്സിന് സത്യത്തെ അറിയാൻ കഴിയുകയില്ല. ധൃതരാഷ്ട്ര എന്ന വാക്കിൽ ധൃത എന്ന് പറഞ്ഞാൽ ഹെൽഡ് അല്ലെങ്കിൽ സപ്പോർട്ടഡ്, ഡ്രോൺ ടൈറ്റ്, പിടിച്ചു മുറുക്കിയതുപോലെ എന്നർത്ഥമുണ്ട്. രാഷ്ട്ര എന്ന് പറഞ്ഞാൽ കിങ്ഡം അല്ലെങ്കിൽ ഭരിക്കുക എന്നർത്ഥവുമുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്ര എന്ന് പറയുമ്പോൾ വൺ ഹൂ റൂൾസ് ബൈ ഹോൾഡിംഗ് ടൈറ്റ്ലി ദ റെയിൻസ് ഓഫ് ദ സെൻസസ്. നോക്കൂ, പഞ്ചേന്ദ്രിയങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ മനസ്സ്? മനസ്സെന്താണോ പറയുന്നത് അതല്ലേ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ തേടാൻ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ അതന്വേഷിച്ച് എൻ്റെ ശരീരം പോകും, ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി, മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടി. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കഥാഉപനിഷത്തിൽ പറയുന്നുണ്ട്, നോ ദ മൈൻഡ് ആസ് ദ റീൻസ് ആൻഡ് ദ 5 സെൻസസ് ആസ് ദ ഹോഴ്സസ്. മനസ്സ് എന്ന് പറയുന്നത് കടിഞ്ഞാണുകളും ഈ 5 കുതിരകൾ പഞ്ചേന്ദ്രിയങ്ങളുമാണ് എന്ന്. ഇവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രയിൽ കുരു എന്ന് പറഞ്ഞാൽ വർക്ക്, മെറ്റീരിയൽ ആക്ഷൻ. ക്ഷേത്ര എന്ന് പറയുന്നത് ഫീൽഡാണ്. അപ്പോൾ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം എന്ന് പറയുന്നത് ദ ഫീൽഡ് ഓഫ് മെറ്റീരിയൽ ആക്ഷൻ, നമ്മുടെ ശരീരം, ദ ഹ്യൂമൻ ബോഡി. സമവേദ യുയുത്സവ, ഇവിടെ ആര് തമ്മിലാണ് യുദ്ധം? മനസ്സും ബുദ്ധിയും തമ്മിലാണ് യുദ്ധം. മനസ്സ് ധൃതരാഷ്ട്രവും, ബുദ്ധി എന്ന് പറയുന്നത് പാണ്ഡുവും. പാണ്ഡു എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നർത്ഥമുണ്ട്, പ്രകാശിപ്പിക്കുന്നത്. മാമകാഹ, എൻ്റെ ആളുകൾ എന്ന് ധൃതരാഷ്ട്രർ പറയുമ്പോൾ എൻ്റെ 100 മക്കൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ തോട്ട്സ് അല്ലാതെ, ചിന്തകളല്ലാതെ മറ്റെന്താണ് ഉള്ളത്? ശ്രീ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് മൈൻഡ് എന്ന്. ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ല മനസ്സിൽ എന്ന്. അപ്പോൾ ഇവിടെ കൗരവപട എന്ന് പറയുന്ന ധൃതരാഷ്ട്രരുടെ 100 മക്കളും പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളും തമ്മിലുള്ള ഒരു വടംവലി. അതാണ് മാമക പാണ്ഡവാസ് ചൈവ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കിമകുർവത സഞ്ജയ, അവരെന്ത് ചെയ്തു എന്ന് സഞ്ജയനോട് ചോദിക്കുമ്പോൾ സഞ്ജയനാരാണ്? സഞ്ജയന് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഈ ദിവ്യദൃഷ്ടിയുള്ള സഞ്ജയനാരാണ്? ദാറ്റ് ഇസ് ദ ഡിവൈൻ ഇൻസൈറ്റ്, ഇംപാർഷ്യൽ, ഇൻറ്റ്യൂട്ടീവ്, ഡിസേണിങ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നമ്മുടെ ഉള്ളിൽ സത്യം എന്ന ഒരു ചൈതന്യമുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലാണെങ്കിൽ ദ സെൽഫ് നമ്മുടെ ഹൃദയത്തിലാണ്.
അവിടെയാണ് വെളിച്ചമുള്ളത്, അവിടെയാണ് സത്യമുള്ളത്, അവിടെയാണ് ചൈതന്യമുള്ളത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ സത്യത്തെ അറിയാനായി ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്നത് മനസ്സ് സത്യം അറിയാനായി തൻ്റെ ഉള്ളിൽ ഉള്ള സെൽഫിനോട് ചോദിക്കുന്നതിന് തുല്യമാണ്. സത്യത്തെ അറിയാനായി മനുഷ്യ മനസ്സ് തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പുറമേയുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിന് സത്യത്തെ അറിയാൻ കഴിയുകയില്ല. സത്യത്തെ അറിയണമെങ്കിൽ, ഈ ജീവിത രഹസ്യം അറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലാണ് സത്യമുള്ളത്, ഹൃദയത്തിലാണത് വസിക്കുന്നത്. യഥാർത്ഥ ചൈതന്യം, ഈശ്വരൻ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ അതറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ ശീലിക്കണം. ശ്രീ യോഗാനന്ദൻ പറയുന്നു, എവറി സ്പിരിച്വൽ ആസ്പൈറൻറ്റ് എയിമിംഗ് ടു എസ്റ്റാബ്ലിഷ് വിത്തിൻ ഹിംസെൽഫ് ദ റൂൾ ഓഫ് കിങ് സോൾ മസ്റ്റ് ഡിഫീറ്റ് ദ റെബൽസ്, കിങ് ഈഗോ, കൗരവപ്പട, ആൻഡ് ഹിസ് പവർഫുൾ allies. ആൻഡ് ദിസ് ഇസ് ദ ബാറ്റിൽ ദറ്റ് ടേക്സ് പ്ലേസ് ഓൺ ദ ഫീൽഡ് ഓഫ് ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര. ഭഗവത്ഗീതയുടെ ഉള്ളിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നു. സിംബോളിക്കലി ദ കിങ്ഡം ഓഫ് ബോഡി ആൻഡ് മൈൻഡ് rightfully belongs to King Soul and his noble subjects of virtuous tendencies. But King Ego and his kinsmen of wicked tendencies cunningly usurp the throne. When King Soul arises to reclaim his territory, the body and mind become the battleground. ഇത്രയും ഗഹനമായ കാര്യങ്ങളുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീണ്ടും ചെയ്യാം. നന്ദി, നമസ്കാരം.